ബാക്ക് ടു സ്കൂൾ സീരീസ് പാർട്ട് 3 ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റീസീലബിൾ പൗച്ചാണ്. റീസീലബിൾ പൗച്ച് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ഡേറ്റ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കവർ കിട്ടും. അത് റീസീലബിൾ ആണ്. അങ്ങനത്തെ ഒരു കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം താഴോട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും കേട്ടോ. അതിലോട്ട് നമ്മൾ ഇതേപോലെ സെലോ ടേപ്പാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെലോ ടേപ്പോ മാസ്കിൻ ടേപ്പോ എന്താ വെച്ച് എടുക്കാം. നമ്മളിത് ലാസ്റ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെലോ ടേപ്പ് ഉപയോഗിച്ച് നമ്മളൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് അടിയത്തെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പെൻഡിങ് ആയിട്ട് വരുന്ന സൈഡ്സിൽ സെലോ ടേപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ പൗച്ചിൻ്റെ അതായത് എല്ലാ ഭാഗവും ഒന്ന് കവറായിട്ട് കിട്ടും. ഇനി നമുക്കിത് എന്ത് ചെയ്യുക, അതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലാവൻഡർ കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. A4 സൈസ് ആണെന്ന് തോന്നും, പക്ഷേ ഒരു ലാവൻഡർ കളർ ഷീറ്റാണ്. പേസ്റ്റൽ കളറായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഡേറ്റ്സിൻ്റെ ഷീറ്റിനനുസരിച്ച് മെഷർമെൻറ്റ്സ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, A4 ഷീറ്റ് ഡേറ്റ്സിൻ്റെ അതിലോട്ടൊന്ന് കവർ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡബിൾ സെറ്റ് ടേപ്പ് ഉപയോഗിച്ചിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് ഒട്ടിച്ചു. പിന്നെ സൈഡൊക്കെ നമ്മൾ പശ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട.